സിനിമയുടെ ഷൂട്ടായിട്ട് നടക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ സെറ്റിൽ ചെന്നു. ആദ്യം ചെന്നു കാണാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത്തെ ദിവസം വീണ്ടും ചെന്നു. അങ്ങനെ ചെന്ന് കാരവനിലേക്ക് വിളിച്ചു. അങ്ങനെ കയറി സംസാരിച്ചു കുറച്ചു നേരം. നിനക്ക് കല്യാണം കഴിക്കാറായ അതൊക്കെ അവൾക്ക് എത്ര വയസ്സായി? കെട്ടിച്ചുടാറൊക്കെ ആഴടാ അവളെ. അപ്പൊ എത്ര വയസ്സായി? 22 വയസ്സ്. പാടില്ല, നീ കെട്ടിച്ചു വിടുകയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കട്ടെ, ഞാൻ വരാൻ പറ്റുമെന്ന് നോക്കാം. ഷൂട്ട് എവിടെയെന്ന് എനിക്കറിയില്ല. ഇവിടെ എറണാകുളത്ത് ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അടുക്കുന്ന ദിവസങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുത്ത ആഴ്ചയാണ്, മറ്റന്നാളാണ്, നാളെയാണ് മെസ്സേജ് ഇങ്ങനെ ഇടും. അപ്പൊ കാണണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയില് അല്ല രാവിലെ അറിഞ്ഞു. ഇല്ലില്ല, രാവിലെ ഒന്നും അറിഞ്ഞിട്ടില്ല. അതിന്റെ വരുന്നതിന്റെ ഒരു 1.5 മണിക്കൂർ മുൻപ് നമുക്ക് വരുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അത് അറിയിച്ചു. ജസ്റ്റ് അവിടെ അന്ന് നമുക്ക് വരുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് അറിയിച്ചു. വന്നൊരു 10 മിനിറ്റ് വന്നു. ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല. വേറെയും ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ അവിടെയും പോകേണ്ടത് കൊണ്ട് ഇവിടെ വന്ന് അങ്ങനെ കണ്ടു, ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പൊ മമ്മൂക്ക വരുന്നു ആ ഒരു 1/2 മണിക്കൂർ മുമ്പ് അറിഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ പെട്ടെന്ന് പക്ഷേ ഉണ്ടല്ലോ, ഭയങ്കര ഓഡിയൻസ് ഒക്കെ ഭയങ്കര കോപ്പറേറ്റീവ്. എല്ലാവരും ഒരു ഡിസ്റ്റർബൻസ്, ഭയങ്കര സൈലന്റ് ആയി പോയി. അത് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. എല്ലാവരും അവരവരുടെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഫോൺ ഉയർത്തി സ്റ്റേജിലേക്കുള്ള ഒരു വീഡിയോ എടുത്തു. ആരും ഡിസ്റ്റർബ് ചെയ്യാൻ. ആ വീഡിയോ കണ്ടാറിയാം എല്ലാവരും എണീറ്റ് നിന്ന് ഇങ്ങനെ മൊബൈൽ പിടിച്ചിരിക്കുക. പക്ഷെ ആരും ഒന്നും ചെയ്തില്ല. നല്ല അവര് വന്നവരെല്ലാവരും നന്നായിട്ട്, അത് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം. എല്ലാവരും നമുക്കറിയാലോ, എല്ലാവരുടെ ഉള്ളിൽ അത്രയും ആകാംക്ഷയുള്ള ആളുകളാണ് എല്ലാവരും. പക്ഷെ ആരും അത് അവിടെ അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എല്ലാവരും അവരവരുടെ സ്പോട്ടിൽ തന്നെ നിന്നുകൊണ്ട് ആസ്വദിച്ചു. ഇനി നമുക്ക് ഇത് ടെറസിലേക്ക് ഇത് ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ, ഇവിടെ ആസീനാട് ഒരു തയ്യൽ മെഷീനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലം. തയ്യൽ മെഷീൻ എന്നോ വാങ്ങിയിട്ടിരിക്കുന്നതല്ലാണ്ട് ഒന്നും തുന്നാറുണ്ടാവില്ല. ഇല്ല, അത് ഞങ്ങളിവിടെ ബാൽക്കണി എന്നൊക്കെ പറഞ്ഞ് ഇരിക്ക, ഊഞ്ഞാലിട, കമ്പിയൊക്കെ ഇട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ഇന്നേ വരെ ഇവിടെ ഇരുന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം മഴ, ആദ്യമൊക്കെ വീട് വെക്കുമ്പോ അങ്ങനെയായിരുന്നു, മഴയൊക്കെ പെയ്യുമ്പോ നമുക്കിവിടെ വന്ന് ചായ കുടിക്കാം. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത്രയും വർഷത്തിന് ശേഷം ഞങ്ങളൊന്ന് വന്ന് മഴ പെയ്തപ്പോ അവിടെ വന്നിരുന്നു കുറച്ചു നേരം. അപ്പൊ അവിടെ മഴയും പോയി. ഇല്ല, അവിടെ അലക്കട, വാഷിംഗ് ഉണ്ട്. പുറത്തേക്ക് ടെറസാ. അവിടെ വേറെ മുകളില് ഉണ്ട്, മേളില് നല്ലൊരു ഭാഗം. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ മറ്റേ ഒരു അലക്കുകല്ലും പിന്നെ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ ഒക്കെ. പിന്നെ ഏറ്റവും മേളില് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കയറി അവിടെ അവിടെ ഫുള്ള് ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇത് ആരെ കൊണ്ട് വരപ്പിച്ചതാ ഇക്ക? ഇത് എനിക്ക് നമ്മുടെ വടക്കാഞ്ചേരിയില് നമ്മുടെ ഒരു സുഹൃത്ത് വരച്ചു തന്നാ. നിറച്ചാർത്ത് എന്ന് പറഞ്ഞിട്ടൊരു രാധിക എന്ന് പറഞ്ഞിട്ട് അപ്പയുടെ ഫോട്ടോ വരച്ച് എനിക്കത് ഇതാണ് അവരന്ന് ഗിഫ്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ തന്നത്. പാപ്പയൊക്കെ അവിടെ തന്നെയായിരുന്നു. പാപ്പയുടെ നാട് വടക്കാഞ്ചേരി. അല്ല, എപ്പോഴും അവിടെ തന്നെയാണ്. ആലുവയ്ക്കൊന്നും വന്നിട്ടില്ല. ഉമ്മയുടെ നാട് എറണാകുളത്താണ്, പുല്ലേപ്പടി എന്ന് പറയും, നമ്മുടെ നോർത്ത്. പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇക്ക ചെയ്ത് മാമ്പഴം അതിന്റെ അടിയിലെ കമന്റ് ഞാൻ പറഞ്ഞു ആൾക്കാട് ഇനി ചെയ്യരുത്. അതല്ല, ഓഡിയൻസിന് തന്നെ മതി കണ്ടിട്ട് ഇത് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴേ നമ്മളൊരു സ്ഥലത്ത് കുറച്ച് പേർക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ സ്കൂളില് കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്യുമ്പോ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് അവിടെയും ക്യാമറ അങ്ങനെ നേരെ കൊണ്ടുവന്ന് വെച്ച് പകർത്തിയിട്ട് ഇത് ലോകം മുഴുവൻ എത്തിക്കല്ലേ. അപ്പൊ ആളുകൾ ഇത് പല പ്രോഗ്രാമിന്റെ കാണുന്നത്. കണ്ട് അവസാനം ഈ കമന്റുകൾ, ആദ്യമൊക്കെ എനിക്ക് നല്ല കമന്റ്സ്
നിയാസ്ക അടിപൊളിയായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു, ഒരു ചേഞ്ച് ആയിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറെ നല്ല മെസ്സേജുകൾ. പിന്നെ പിന്നെ നോക്കിയപ്പോഴേ നിയാസ്ക ഇത് നിർത്താറായില്ലേ നിയാസ്ക, അങ്ങനെ വരുന്നുണ്ട്. ഇതല്ലാതെ വേറൊന്നും ഇല്ലേ? അപ്പൊ ഞാൻ നിയാക്കനോട് പറയേ, ഇത് നിയാക്ക പറയുന്നത് ഓരോ ഓഡിയൻസ് വെവ്വേറെയാണ്, പക്ഷെ സോഷ്യൽ മീഡിയയില് എല്ലാവരും ഒന്നാണല്ലോ, ഷർട്ട് മാറുന്നുണ്ടെന്നുള്ളൂ. ഒരു വർഷത്തില് 10ഉം 15ഉം സ്കൂളുകള് ആനുവൽ ഡേ ഇനോഗ്രേഷന് പോകും. ഈ എല്ലാ സ്ഥലത്തും വേറെ വേറെ ഐറ്റം കാണിക്കാൻ നമുക്ക് വേണ്ടേ? നമ്മളപ്പോ ഒരു വർഷത്തേക്ക് വേണ്ട ഒരു ഐറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇതില് വരുമ്പോ എന്നാൽ നമുക്ക് അന്ന് ഇക്ക ചെയ്ത നവരസങ്ങളിലെ 3 രസങ്ങളെന്നും പറഞ്ഞുകൊണ്ട് മാമ്പഴം പേര് മാറ്റി. ഓക്കെ, അങ്ങനെയായിരുന്നു. മുളക് എരിവിന് വേണ്ടി കാണിച്ചു, പിന്നെ പുളി. അങ്ങനെയാണെങ്കിൽ എന്നാ ഇന്നിപ്പൊ നിങ്ങൾ അത് ചെയ്തു മടുത്തുവെങ്കിൽ ഇക്ക വേറെ എന്തെങ്കിലും ഒന്ന് നമുക്ക് വേണ്ടിട്ട് ലൈവായിട്ട് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ വിളന്തിന് വെച്ച് വിളമ്പി തന്നാ തിന്നാ. എന്നാ ഇത്ത എന്തെങ്കിലും വെച്ച് വിളമ്പി തരുന്ന പോലെ ചെയ്യാം. റിയാക്ഷൻ കിട്ടും. നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ചെയ്യും. അല്ല, നമ്മൾ എന്തെങ്കിലും ഒന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും സെറ്റ് ചെയ്തെങ്കിലും വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് സംഗതി നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിലേ എന്നാ നമുക്കൊന്ന് പ്ലാൻ ചെയ്തത് ലാസ്റ്റ് എടുക്കാം. ചോദിക്കുന്നതല്ല, അപ്പൊ അങ്ങനെ രീതിയിൽ ഒരു ചെറുതായിട്ട് എന്തെങ്കിലും മതി. വേറെ ഭാവം വരണേ ഞങ്ങൾ എന്തെങ്കിലും ഒപ്പിക്കണം. വേറെ ഭാവം വരും. അല്ല അത് ചോദിക്കല്ലേ. അച്ഛൻ ദേഷ്യപ്പെട്ട എങ്ങനെ വിളിക്കുന്നത്? കണ്ടറിയാ ദേഷ്യമാണെന്ന് വിളിക്കൊന്നുമില്ല, ചിലപ്പോ അവിടെ ഇരിക്കും. അപ്പൊ നമ്മള് വരുമ്പോ നമുക്കറിയാം മൂഡ് ശരിയല്ല. അപ്പൊ ഇങ്ങോട്ട് പോണേന് വരെ നേരെ കലിപ്പ് പോടാനുള്ള ഞാൻ പറയാം, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അപ്പൊ അവിടുന്ന് ഒരു വിളി വരും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓക്കെ വാങ്ങിട്ട് വരാം. അല്ല വാങ്ങിട്ടല്ല, കൂളായി എന്നുള്ളതാണ്. ഇവരുടെ വിചാരം നമ്മള് മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള ഓരോ ഐറ്റം നമ്മൾ ചെയ്യുമ്പോഴും നമ്മളിത് വേറൊരു സമയം ഇരുന്ന് വെന്തിട്ടാണ് ഇത് അവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മള് വീട്ടിലിരിക്കുന്ന സമയത്തും നമ്മള് ജോലിയില്ല. എന്തെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ നമുക്ക് വന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് എങ്ങനെയെങ്കിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്തൊരു അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി കിട്ടിയാൽ അതിന്റെ ഒരു മൂഡിലായിരിക്കും നമ്മൾ ഇരിക്കണേ. അപ്പൊ ഞാൻ നോർമലി നമുക്കതൊന്നും അല്ലാത്ത സമയത്ത് എല്ലാ കാര്യങ്ങളിലും വീട്ടിൽ മിങ്കിൾ ചെയ്യുന്ന ഒരാളാ. പാത്രം വരെ മിനി സ്ക്രീനിലൂടെയാണ് നിയാസ് ബക്കർ എന്ന നടനെ നമുക്ക് കൂടുതലായി അറിയാവുന്നത്. നവാസ് എന്ന നടന്റെ ചേട്ടൻ എന്ന നിലയിൽ കൂടി നിയാസിനെ നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ വീട് കണ്ടാൽ എങ്ങനെയുണ്ടാകും? മനോഹരമായ ആ വീട്ടിനുള്ളിൽ ഒരു രഹസ്യമുണ്ട്. എന്താണെന്നല്ലേ? ആ വീടിന്റെ മേൽക്കൂര, അതായത് 2ാമത്തെ നില പണി കഴിപ്പിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. സ്റ്റെപ്പ് മുതൽ സ്റ്റെയർകേസ് മുതൽ മുകളിലോട്ട് പടികൊണ്ട് വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീട്. ശരിക്കും പറഞ്ഞാൽ ആലുവയിലെ കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. വീടിനുള്ളിൽ ഒരു സീക്രട്ട് വുഡൻ ഹൗസ് ഉണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? വയനാടും മറ്റുമൊക്കെ പോകുമ്പോൾ നമ്മൾ ചേക്കേറി പാർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടിൽ, മരത്തിന് മുകളിലൊക്കെ ഇരിക്കുന്ന പോലെ ഒരു കുടിൽ ഈ വീടിന്റെ മുകളിലുണ്ട്. അതാണ് ഈ വീടിനെ മനോഹരമാക്കുന്നത്. മരങ്ങൾ കൊണ്ടുവച്ച സ്റ്റെയറൊക്കെ കയറി മുകളിൽ പോകുമ്പോൾ അത് മനോഹരമായ കുടിൽ പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. ആ വീഡിയോ ഇപ്പോഴത്തെ ഇന്റീരിയറുകളെ എല്ലാം വെല്ലുന്നതാണ്.